എളിമയുടെ സന്ദേശം ഉയർത്തി പെസഹ വ്യാഴമാണ്. 12 ശിഷ്യന്മാരുമായി ഒത്തുള്ള യേശുദേവന്റെ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് വിശ്വാസികൾ ഇന്ന് പെസഹ ആചരിക്കുന്നത്. ദേവാലയങ്ങളിലൊക്കെ പ്രത്യേക പ്രാർത്ഥനകളും കാൽകഴുകൽ ശുശ്രൂഷയും ഒക്കെ പുരോഗമിക്കുകയാണ്. കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കാൽകഴുകൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. നമുക്ക് ആ കാഴ്ചകൾ കാണാം. ആദ്യം താമരശ്ശേരി മേരി മാതാ കത്തീഡ്രലിൽ താമരശ്ശേരി ബിഷപ്പ് റെമി ജിയോസ് മാർ ഇൻചനാനിയലിന്റെ നേതൃത്വത്തിൽ കാൽകഴുകൽ ശുശ്രൂഷ നടന്നു. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയും താമരശ്ശേരി കത്തീഡ്രലിൽ നിന്ന് ലിനറ്റ് വർഗീസും നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. രണ്ടുപേരും ഉണ്ട്, ലിനറ്റും സഹിനും ഉണ്ട്. ആദ്യം സഹിനിലേക്ക് പോകാം. സഹിൻ, കാൽകഴുകൽ ശുശ്രൂഷകളൊക്കെ പുരോഗമിക്കുകയാണെന്ന് മനസ്സിലാകുന്നു, എന്താണ് വിവരങ്ങൾ? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ സെൻറ്റ് ഫ്രാൻസിസ് കത്തീഡ്രലിലായിരുന്നു ഇന്ന് ചടങ്ങുകൾ ഉണ്ടായിരുന്നത്. രാവിലെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലായിരുന്നു ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. പെസഹ വ്യാഴം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഴ്ചയിലെ ഒരു പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ്. ഇന്ന് ഈ ചടങ്ങുകൾക്ക് ശേഷം വൈകുന്നേരത്തോടുകൂടി വീടുകളിൽ പെസഹ അപ്പം മുറിക്കുകയും കുടുംബനാഥൻ ആ അപ്പം വീടുകളിലെ ഓരോ അംഗങ്ങൾക്കും നൽകുകയും ചെയ്യും. ഇതെല്ലാം വിശ്വാസത്തിൻ്റെയും ഒപ്പം തന്നെ പീഡനത്തിൻ്റെയും, യേശുദേവൻ സഹിച്ച പീഡനത്തിൻ്റെയും എല്ലാം പ്രതീകമായിട്ടാണ് ഇന്നേ ദിവസം കടന്നു പോകുന്നത്. എന്തായാലും ഈ ചടങ്ങുകൾ സെൻറ്റ് ഫ്രാൻസിസ് കത്തീഡ്രലിലെ ചടങ്ങുകളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. റാഫേൽ തട്ടിലായിരുന്നു തിരഞ്ഞെടുത്ത 12 പേരുടെ പാദങ്ങൾ കഴുകിയത്. സേതു, ശരി സഹീൻ. ലിനറ്റ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ലിനറ്റ്, എന്താണ് ഇപ്പോൾ അവിടെ പള്ളിയിൽ പുരോഗമിക്കുന്ന ചടങ്ങുകൾ എന്തൊക്കെയാണ്? സേതു, ഞാനിപ്പോൾ നിലവിലുള്ളത് താമരശ്ശേരി മേരിമാതാ കത്തീഡ്രലാണ്. ഇവിടെ താമരശ്ശേരി രൂപതയുടെ അധ്യക്ഷനായിരിക്കുന്ന റെമീജിയോസ് മാർ ഇഞ്ചനാനിയിലാണ് ഈ കർമ്മങ്ങൾക്കൊക്കെ തന്നെ നേതൃത്വം നൽകുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ പരിശുദ്ധ കുർബാനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പം നേരം മുൻപാണ് ഇവിടെ കാലുകഴുകൽ ശുശ്രൂഷയൊക്കെ നടത്തിയിരുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരുടെ കാലുകൾ കഴുകിക്കൊണ്ടാണ് ഈ ഒരു കാലുകഴുകൽ ശുശ്രൂഷ നടത്തിയിരിക്കുന്നത്. താമരശ്ശേരി രൂപത അധ്യക്ഷനാണ് ഇതിനൊക്കെ തന്നെ നേതൃത്വം നൽകുന്നത്. നിലവിൽ ഇപ്പോൾ വിശുദ്ധ കുർബാനയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഭാഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ കുർബാനയായിരിക്കുന്ന ഈ ഒരു അപ്പം മുറിക്കുന്ന ശുശ്രൂഷയിലേക്കാണ് കടന്നിരിക്കുന്നത്. കുർബാനയിലെ അപ്പം മുറിക്കൽ ശുശ്രൂഷയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചടങ്ങുകൾക്കൊക്കെ തന്നെ ശേഷം പിന്നീട് വീടുകളിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷയാണ് നടത്തുക. ഇന്ന് വിശുദ്ധ കുർബാനയും അതേപോലെ തന്നെ പൗരോഹിത്യവും സ്ഥാപിച്ച ഒരു ദിവസം കൂടിയാണ്. ഇതൊക്കെ തന്നെ അനുസ്മരിച്ചുകൊണ്ട് വളരെയേറെ വിശ്വാസികളെല്ലാവരും തന്നെ അതിരാവിലെ തന്നെ ഈ ഒരു പള്ളി
പള്ളിയിലേക്ക് എത്തുന്ന സാഹചര്യമാണ്. വിവിധ സ്ഥലങ്ങളിലായി ക്രൈസ്തവരെല്ലാവരും ഒത്തുകൂടുന്ന ഒരു ദിവസം കൂടിയാണ്, പ്രത്യേകിച്ച് സ്വന്തം ദേവാലയങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു ദിവസം. അതോടൊപ്പം എടുത്തു പറയേണ്ടത് വീടുകളിലേക്ക് എത്തിച്ചേരുന്ന ഒരു ദിവസം കൂടിയാണ്. എല്ലാവരും വീടുകളിലേക്ക് വൈകുന്നേരം ഈ ഒരു ശുശ്രൂഷകൾക്കൊക്കെ തന്നെ ശേഷം, അതായത് പെസഹ വ്യാഴത്തിൻ്റെ കുർബാനയും അതോടൊപ്പം കാലുകഴുകൽ ശുശ്രൂഷയ്ക്കും ശേഷം വൈകുന്നേരങ്ങളിലാണ് വീടുകളിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തുന്നത്. അത് പ്രത്യേകിച്ച് കുടുംബനാഥൻ്റെയും മുതിർന്നവരുടെയും ഒക്കെ തന്നെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തുന്നത്. ഈ ഒരു അപ്പം മുറിച്ചതിന് ശേഷം കുട്ടികൾക്കൊക്കെ തന്നെ നൽകുന്ന ഒരു ചടങ്ങാണ്. പ്രത്യേകിച്ച് ഈ ഒരു യേശുക്രിസ്തുവിൻ്റെ അന്ത്യ ദിവസത്തിൻ്റെ ഓർമ്മ കൂടിയാണ് ഈ ഇത്തരത്തിലുള്ള ഒരു പെസഹ. 12 ശിഷ്യന്മാരോട് ഒത്ത് യേശുക്രിസ്തു പെസഹ ആചരിച്ചതിൻ്റെ ഓർമ്മ ദിനം. അതോടൊപ്പം തന്നെ ഈ ഒരു ഭക്ഷണമാണ് ഏറ്റവും അവസാനം ആയിട്ട് യേശുക്രിസ്തു ഭക്ഷണം കഴിച്ചത്. അപ്പോൾ പള്ളികളിൽ ശുശ്രൂഷകൾ പുരോഗമിക്കുകയാണ്, ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്, പ്രാർത്ഥനകൾ നടക്കുന്നു, കാൽക്കഴുകൽ ശുശ്രൂഷകൾ പലയിടങ്ങളിലും പുരോഗമിത്തും, ചിലയിടത്തൊക്കെ പൂർത്തിയായി. അപ്പോൾ വിവരങ്ങൾ നൽകുകയായിരുന്നു ലിനറ്റും ഒപ്പം തന്നെ സഹിൻ ആന്റണിയും. എനിക്ക് തോന്നുന്നു ഇന്നിപ്പം ഏറെക്കുറെ പുലർച്ചെ വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളൊക്കെയാണ് ഈ പള്ളികളിലൊക്കെ ഇന്ന് നടക്കുക എന്ന് തോന്നുന്നു. വൈകുന്നേരങ്ങളിലുമൊക്കെ പ്രത്യേക പ്രാർത്ഥനകളൊക്കെ ഇന്ന് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇനി അങ്ങോട്ട് ആ ദിവസങ്ങളാണല്ലോ, ഇന്ന് പെസഹ, നാളെ ദുഃഖവെള്ളി, പിന്നെ ഉയിർത്തെഴുന്നേൽപ്പിൻ്റെ ആ ദിവസം, സന്തോഷത്തിൻ്റെ ദിവസമായ ഈസ്റ്റർ. അപ്പോൾ ലിനറ്റും സഹിനുമാണ് വിവരങ്ങൾ നൽകുന്നത്.